നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2026 ജനുവരി മാസം 31 തീയതിയാണ് ശനിയാഴ്ച. ശനി ഭഗവാന്റെ സ്വന്തം ദിവസം കൂടിയാണ് നാളെ. ശനിദശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ഒരു പണി പാളി എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെ പേടിച്ചിരിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. എന്നാൽ നാളത്തെ ഗ്രഹനില ചില പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ നാളത്തെ ആകാശത്ത് ഗ്രഹങ്ങളുടെ ഒരു സിറ്റിങ്സ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് എന്നതൊന്ന് നോക്കാം. അതായത് നാളത്തെ ഗ്രഹനില ശ്രദ്ധിച്ചാൽ ഗ്രഹങ്ങൾ ഓരോരുത്തരും ഓരോ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതായത് നാളെ ചന്ദ്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുന്ന സമയമാണ്. അപ്പോൾ അറിയാമല്ലോ, മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം, ശനിയാഴ്ചയായ നാളത്തെ ദിവസം പലർക്കും ഒരു ഇമോഷണലായിട്ട് ഒരു റോളർ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ ഇവിടെ വ്യാഴത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇടവം രാശിയിൽ വക്രഗതിയിലാണ് വ്യാഴം സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്പം വ്യാഴം സീരിയസ് ആയിട്ട് അല്പം ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ ഏത് കാര്യത്തെ അല്പം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു രീതിയിലായിരിക്കും. എന്നാൽ ശനിയുടെ കാര്യം പറയുമ്പോഴാണ്, ശനി സ്വന്തം രാശിയാൽ കുംഭത്തിൽ തന്നെ നിലനിൽക്കുന്നതിനാൽ അച്ചടക്കമില്ലാത്തവർക്ക് നാളെ ചെറിയ രീതിയിലൊക്കെ പണി കിട്ടുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ മകരം രാശിയിൽ ബുധനോടൊപ്പം സൂര്യൻ കൂടി നിൽക്കുന്നത് ഒരു ബുധാദിത്യ യോഗമൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ ആകാശം ഒരു വലിയ മാറ്റത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും അവരുടേതായ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ സജ്ജമായിരിക്കുകയാണ്. ഒരു ഗ്രഹവിന്യാസമൊക്കെ അതിൻ്റെതായ വഴിക്ക് നാളെ നടക്കും. അപ്പോൾ നാളെ ഗജകേസരി യോഗം പൂർണ്ണമായും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ മറ്റൊരു യോഗം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ഗജകേസരി യോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനതിന് പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. ആനയും അതേപോലെ സിംഹത്തെയും പോലെ കരുത്തുള്ള ഒരു യോഗം കൂടിയാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. എന്നാൽ നാളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു യോഗം കൂടി സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു യോഗമാണത് ശശയോഗം എന്ന് പറയും. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് ശശമഹായോഗം. അപ്പോൾ ഇവിടെ ശനി ഭഗവാൻ തന്റെ സ്വക്ഷേത്രമായ കുംഭത്തിൽ നിൽക്കുന്നതിനാലാണ് ഇങ്ങനെ ഇവിടെ ശശമഹായോഗം സംഭവിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും ശനി ഭഗവാനെ അല്പം പേടിയാണ്. ഒരു ഭയവും, പേടിയെന്ന് മാത്രമല്ല ഭക്തിയും ഉണ്ട്, എന്നാൽ അതോടൊപ്പം ഭയവും കൂടി ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയാം. പക്ഷെ ഇവിടെ ഈ ശശയോഗം എന്ന് പറയുന്നത് അലസതയൊക്കെ വെടിഞ്ഞ് കൃത്യമായി പണികൾ പൂർത്തിയാക്കുന്നതിനും അങ്ങനെയുള്ള പലവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന ഒരു വലിയ ലോട്ടറി തന്നെയാണ് നാളത്തെ ദിവസം അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യോഗത്തിന്റെ ഗുണഫലങ്ങൾ ഒരു ലോട്ടറി എന്നോണം, വലിയൊരു ജാക്ക്പോട്ട് എന്നോണം വന്നു ചേരുന്ന കുറച്ച് രാശിക്കാരുണ്ട്. പ്രധാനമായും പറയുമ്പോൾ കുംഭം, മകരം, അതേപോലെ തുലാം രാശി, കൂടാതെ ഇടവം രാശിക്കാർക്ക്, ഇങ്ങനെ ഈ 4 രാശിയിൽ വരുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു യോഗത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ കൂടുതലായി വന്നു ചേരുന്നത്. അവിട്ടം, ചതയം, ചിത്തിര, ചോതി, വിശാഖം, രോഹിണി, അത്തം ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളെ ഒരു പ്രത്യേകമായ അനുഭൂതി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മാറ്റം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ഈ മാറ്റം എന്താണെന്ന് കൂടി ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയായാലും കാലങ്ങളായി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ യാതൊരു വിധത്തിലും ഗൗനിക്കാതിരുന്ന ഒരു ബോസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരുന്ന ആളുകളായിക്കൊള്ളട്ടെ, ആരായാലും നാളത്തെ ദിവസം നിങ്ങളെ കൂടുതൽ കേൾക്കുന്നതിന് അവർ ചെവി തരികയും നിങ്ങളോട് അവർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. കൂടാതെ തടസ്സപ്പെട്ടൊക്കെ കിടന്ന പണം തിരികെ നിങ്ങളുടെ കൈവശം വന്ന് ചേരാനുള്ള യോഗമൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായി കൺഫ്യൂഷനായിട്ടിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ, എന്ത് തീരുമാനം എടുക്കണമെന്ന് അങ്ങോട്ട് അറിയാത്ത അവസ്ഥയിൽ പെട്ടുഴലുന്ന ഒരു കാര്യങ്ങൾ, അതിനൊക്കെയും നാളത്തെ ദിവസം, ശനിയാഴ്ചയായ നാളെ, ഒരു വ്യക്തതയൊക്കെ വന്നു തരുന്ന ഒരു മെന്റൽ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. നമുക്കറിയാം, ഗ്രഹങ്ങളൊക്കെ കനിഞ്ഞാൽ പോലും നമ്മൾ തന്നെ നമുക്ക് സ്വയം കുഴി തോണ്ടാൻ പാടില്ല എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നാളെ ശ്രദ്ധിക്കേണ്ടതായ ഈ രാശിക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് എടുത്തുചാട്ടമാണ്. നാളെ പെട്ടെന്ന് ചില ആളുകളുണ്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, പെട്ടെന്ന് ജോലി കളഞ്ഞിട്ട് ഇനി ബിസിനസ്സിലേക്കൊക്കെ പോകാം, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് പോകാം, ഈ ജോലി തൽക്കാലം റിസൈൻ ചെയ്യുക എന്നൊക്കെയുള്ള തീരുമാനങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്തുചാടി നിമിഷ നേരം കൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നാളത്തെ ദിവസം ഈ പറഞ്ഞ നക്ഷത്രക്കാരെ എടുത്തുചാട്ടം കഴിവതും കുറയ്ക്കുക. പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് എടുത്തുചാടി പെട്ടുവാക്കി ചെയ്ത് ഇനി ഈ ജോലി വേണ്ട, ഞാൻ കളഞ്ഞിട്ട് വേറെ വഴിക്ക് പോവുക എന്നുള്ള കാര്യങ്ങളൊന്നും നാളത്തെ ദിവസം പാടില്ല. ശനി ഭഗവാൻ ക്ഷമയാണ്, നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ക്ഷമ വിജയിച്ച് കാട്ടുക, അതാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. കൂടാതെ നാളത്തെ ദിവസം വാക്കുതർക്കങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അത് വീട്ടിലാകട്ടെ അല്ലെങ്കിൽ ഓഫീസിലാകട്ടെ ആരോടായാലും നാക്ക് പിടിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് പറയാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നാളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയോടാണെങ്കിൽ പോലും ഒരു മുൻകരുതൽ എടുക്കുക. ഏത് കാര്യം പറയുമ്പോഴും വഴക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സംസാരവും പാടില്ല. അല്ലെങ്കിൽ എന്തായാലും നാളെ ഗജകേസരി യോഗം നിങ്ങൾക്ക് മാറ്റങ്ങൾ തരുന്ന സമയം കൂടിയാണെങ്കിൽ പോലും അതോടൊപ്പം ശനിയുടെ ചില മായക്കളികൾ കൂടി നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മടിപിടിച്ചിരിക്കാനായിട്ട് ശ്രമിക്കരുത്. എന്നാലോ എടുത്തുചാട്ടവും പാടില്ല എന്നതുകൂടി മനസ്സിലാക്കുക. ശനി ഭഗവാന് ഒരു പ്രത്യേകതയുണ്ട്. മടിപിടിച്ചിരിക്കുന്ന ആളുകൾ, അതായത് അലസത ബാധിച്ചിരിക്കുന്നവരെ ശനി ഒന്നുകൂടി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം അലസതയൊന്നും പാടില്ല, ജോലികളൊക്കെ കൃത്യമായി ചെയ്യണം. പക്ഷേ എടുത്തുചാട്ടവും ദേഷ്യവും ഒന്നും പാടില്ല. അത് നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെ മാറ്റിമറിക്കുക. അതായത് ഭാഗ്യത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങളിലേക്ക് എത്തേണ്ട ഭാഗ്യത്തിന് അതൊരു തടസ്സമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ അടുത്തുള്ള ഒരു ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നീരാഞ്ജനം വഴിപാട് നടത്തുക. കൂടാതെ ഓം ശം ശനീശ്വരായ നമഃ എന്നൊരു 108 തവണ ആ നടക്കിൽ നിന്ന് ജപിക്കുക. അതല്ല ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്കത് ജപിക്കാവുന്നതാണ്. 108 ഒരു ജപിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ഉള്ളിൽ എടുത്തുചാട്ടം എന്ന ആ ഒരു ദേഷ്യം, ആ ഒരു സ്വഭാവത്തിനെ കടിഞ്ഞാണിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതിനും ഈ ഒരു മന്ത്രോച്ചാരണം 108 ഒരു നാളെ ജപിക്കുന്നത് വഴി സാധ്യമാകുന്നതാണ്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് പല ആളുകളും ഒരു ചടങ്ങായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടുന്നത്. ഈശ്വരവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെ മനസ്സിൽ അത്രത്തോളം കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നത്. ഒരു ചടങ്ങായിട്ട് കാണുകയല്ല. നമുക്ക് ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലേ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന ബോധത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിൽ മാത്രമേ ഭഗവാൻ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ താങ്ങി നിർത്തി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായകമാകുകയുള്ളൂ. അപ്പോൾ നാളെ ഒരു വല്ലാത്തൊരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം പടിവാതിൽക്കൽ വരുന്നുണ്ട്. പക്ഷെ ആ വാതിൽ തുറക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മടി തോന്നിയേക്കാം. അങ്ങനെ ഒരു രീതി കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ നിങ്ങൾ മടിച്ചിരിക്കാൻ ശ്രമിക്കരുത്. നാളെ ഭാഗ്യം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തുന്ന സമയമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ ഒരു കതവ് തുറന്ന ആ ഭാഗ്യത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആനയിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പക്ഷെ അത് എടുത്തു ചാട്ടമോ ദേഷ്യം കാണിക്കുന്ന രീതിയിലൊന്നും പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതമാകുന്ന ആ ഒരു കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ശനിയാഴ്ച കൂടിയാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഐശ്വര്യപൂർണ്ണമായി മാറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.